ഉറപ്പിച്ചോളൂ, ഇത് വലിയൊരു യുദ്ധത്തിൽ തന്നെയാണ് കലാശിക്കാൻ പോകുന്നത്. അമേരിക്കയുടെ 20 വർഷം പഴക്കമുള്ള ആ നാവികത്താവളം വീണ്ടും സജീവമായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ലഭിക്കുന്നു. അമേരിക്കയും വെനിസ്വേലയും തമ്മിൽ ഒരു യുദ്ധത്തിൻ്റെ അലയൊലികൾ ഇപ്പോൾ മുഴങ്ങുകയാണ്. കരീബിയൻ ദ്വീപായ പ്യൂട്ടോറിക്കോയിൽ ഒരു US സൈനിക താവളമുണ്ട്. അവിടെ വെനിസ്വേലയെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർണ്ണമായും അമേരിക്ക ആരംഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചില തയ്യാറെടുപ്പിൻ്റെ ചില ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ തൊഴിലാളികൾ റൺവേയിലുള്ള റോഡ് വൃത്തിയാക്കുകയും പുതിയ കവർ സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഈ തയ്യാറെടുപ്പുകളെല്ലാം ഒരു സാധ്യമായ സൈനിക ആക്രമണത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ നമ്മളോട് പറയുന്നത്. വിമാനത്താവളങ്ങളിലെ സൗകര്യങ്ങളും ഇപ്പോൾ വർദ്ധിപ്പിച്ചു എന്നും അറിയാൻ സാധിക്കുന്നു. ഇതുകൂടാതെ പ്യൂട്ടോറിക്കോയിലെ സെന്റ് ക്രോയ്ക്സിലെയും സിവിലിയൻ വിമാനത്താവളങ്ങളുടെ സൗകര്യവും US ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വികസിപ്പിച്ചിട്ടുണ്ട്. വെനിസ്വേലയിൽ നിന്ന് 800 കിലോമീറ്റർ അകലെയാണ് ഈ വിമാനത്താവളങ്ങൾ. ആവശ്യമെങ്കിൽ സൈനിക വിമാനങ്ങൾ അവിടെ നിന്ന് വേഗത്തിൽ അയക്കാൻ കഴിയുന്ന തരം റൺവേകൾ നീളം കൂട്ടുകയും സംഭരണശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചൈനയുടെയും റഷ്യയുടെയും സഹായം ഇപ്പോൾ വെനിസ്വേല തേടിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ കൂടെ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത് യുദ്ധത്തിന് തന്നെയാണ് പടപ്പുറപ്പാടെന്ന് തന്നെയാണ്. വെനിസ്വേലയിൽ സ്വച്ഛാധിപത്യം നടക്കുന്നുണ്ടെന്നും ജനാധിപത്യം അപകടത്തിലാണെന്നും അമേരിക്ക കരുതുന്നു. അതുകൊണ്ടാണ് അവർ വെനിസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയിൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുന്നതെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അമേരിക്കയുടെ പ്രവർത്തനങ്ങൾ കണ്ട് മഡൂറോ ഭയന്ന് ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും സഹായം തേടിയിട്ടുണ്ട്. അമേരിക്ക നമ്മുടെ എണ്ണ ശേഖരത്തിൽ കണ്ണുവച്ചിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് അവർ തൻ്റെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതെന്നും മഡൂറോ നിലവിൽ ആരോപിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.